തുടരുന്നു. الصفة تعرف أيضا في اللغة العربية باسم نعت ونناقش في هذا التقديم عن الصفة والموصوف. അതായത് സിഫത്തിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ പ്രസന്റേഷനിൽ ചർച്ച ചെയ്യുന്നത്. സിഫത്തിനെ നഅത്ത് എന്നും വിളിക്കുന്നുണ്ട്. ഈ ഒരു പാഠഭാഗത്ത് സിഫത്ത് മൗസൂഫിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി മാ ഹിയ സിഫ ഹിയ താബിഅ തദുല്ലു അലാ സിഫ മിൻ സിഫാത്തിൽ മത്ബു ഔ മിൻ സിഫാത്ത് മാ യതഅല്ലഖു ബിഹ. സിഫത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ താബിഅങ്ങളിൽ പെടുന്ന ഒന്നാണ്. അത് മത്ബൂഇന്റെ ഒരുപാട് സിഫത്തുകളിലെ സിഫത്തിനെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് സിഫത്ത് അല്ലെങ്കിൽ നഅത്ത് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മത്ബൂഉമായി ബന്ധപ്പെട്ട ഒന്നിന്റെ സിഫത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ മത്ബൂഇനെ തന്നെയും വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മത്ബൂഉമായി ബന്ധപ്പെട്ട ഒന്നിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് സിഫത്ത് എന്ന് പറയുന്നത്. ഷർത്തു സിഫത്ത് വൽ മൗസൂഫ്. മൗസൂഫിന്റെയും സിഫത്തിന്റെയും ഷർത്തുകൾ. ഇന്ന സിഫ വൽ മൗസൂഫ് മുതതാബിഖാനി ഫി കുല്ലി ഷൈ ഐ ഫി അർബ മിൻ അശറ ഫി. അതായത് നേരത്തെ സാർ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് പോലെ 10 കാര്യങ്ങളിൽ 4 സിഫത്ത് മൗസൂഫ് യോജിച്ചു വരണം. സിഫത്ത് മൗസൂഫിനെ യോജിച്ചു വരണം. ഏതൊക്കെയാണ് 4 എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇറാബ്, രണ്ടാമത്തത് തഅരീഫ് വ തൻകീർ, അതായത് നക്കിറ മാരിഫ, മൂന്നാമത്തത് തദ്കീർ വ തഅനീസ്, അതായത് ജിൻസിൽ മുദക്കർ മുഅന്നസ് ആണോ എന്നതിൽ യോജിച്ചു വരണം. നാലാമത് അൽ അദദ്, അതായത് മുഫ്രദ്, മുസന്ന, ജംഅ പോലെയുള്ള സംഗതികൾ. ഇനി അൻവാ സിഫ. സിഫത്തിന്റെ അൻവാകളെ കുറിച്ചാണ് പറയുന്നത്. പൊതുവായി നഅത്ത് മൻഊത്ത് അല്ലെങ്കിൽ സിഫത്ത് മൗസൂഫ് 2 നൗഅകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അസിഫ ഹഖീഖിയും അസിഫ സബബിയും. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് അസിഫ ഹഖീഖിയെ കുറിച്ചാണ്. അസിഫ ഹഖീഖി തദുല്ലു അലാ മഅന ഫി ഇസ്മി ഖബ്ലഹ ഔ സിഫ അലാ നഫ്സി മത്ബൂഇഹി. അതായത് തദുല്ലു അലാ മഅന ഫി ഇസ്മി ഖബ്ലിഹി, അതായത് സിഫത്തിന് മുൻപ് വന്നിട്ടുള്ള ഒരു പദത്തിനെ വ്യക്തമാക്കുന്ന, അതിന്റെ അർത്ഥത്തിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സിഫ അലാ നഫ്സിഹി മത്ബൂഇഹി, ഈ സിഫത്തിനെ പിന്തുടർന്ന് വരുന്ന ഒരു ഇസ്മ അതിന് മുൻപുണ്ടല്ലോ, ആ ഇസ്മിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നതിനോ ആയിട്ടുള്ള ഇസ്മിനെയാണ് നമ്മൾ സിഫത്ത് എന്ന് പറയുന്നത്. അതായത് മത്ബൂഇനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇസ്മിനെയാണ് നമ്മൾ സിഫത്ത് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തുതാബിഖു മൗസൂഫുഹ ഫി കുല്ലി ഷൈ ഐ ഫി അർബഅ മിൻ അശർ, അതായത് 10ൽ 4 കാര്യങ്ങളിൽ ഈ സിഫ ഹഖീഖിയ യോജിച്ചു വരേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞത് അൽ ഇറാബ്, താരീഫ് വ തൻകീർ, തദ്കീർ വ തഅനീസ്, അൽ അദദ്. ഈ 4 കാര്യങ്ങളിലും സിഫത്ത് മൗസൂഫിനെ യോജിച്ചു വരേണ്ടതുണ്ട്. ഏത് സിഫത്തിലെന്ന് ചോദിച്ചാൽ സിഫ അൽ ഹഖീഖിയ. ഇനി അൻവാ സിഫ അൽ ഹഖീഖി. സിഫ ഹഖീഖിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് തിരിക്കും. അതിൽ ഒന്നെന്ന് പറയുന്നത് മുഫ്രദ്, ജുംല വ ശിബഹ് ജുംല. മുഫ്രദ് മാ ലൈസ ജുംല വലാ ശിബഹ് ജുംല വയഅതി ബികലിമ വാഹിദത്തിൻ വതുതാബിഖു മൗസൂഫ് ഫി കുല്ലി ഷൈ. അതായത് മുഫ്രദിന്റെ ഒരു താരീഫിൽ പറയുന്നത് ജുംലയോ ശിബഹ് ജുംലയോ അല്ലാത്തതെല്ലാം മുഫ്രദായിട്ടാണ് എണ്ണപ്പെടുന്നത്. അതില് വയഅതി ബികലിമ വാഹിദ, ഒരൊറ്റ പദമായിട്ടാണ് അതിൽ വരുന്നത്. വതുതാബിഖു മൗസൂഫ് ഫി കുല്ലി ഷൈ, മുൻപേ പറഞ്ഞതുപോലെ 4 കാര്യങ്ങളിൽ മുഴുവനായി യോജിച്ചു വരേണ്ടതാണ്. ഇറാബിലായിരുന്നാലും അദദിലായിരുന്നാലും ജിൻസ് താരീഫ് തൻകീർ, ഈ 4 കാര്യങ്ങളിലും മൗസൂഫിനെ സിഫത്ത് പിൻപറ്റി വരേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ നൗ ആയിട്ടുള്ള ജുംല. തഷ്തമിലു അല ളമീർ യർബിതുഹ ബിൽ മൗസൂഫ് വയുതാബിഖുഹു. അതായത് ജുംലയെ കുറിച്ച് താഴെ നമ്മൾ കൂടുതൽ പറയുന്നുണ്ട്. ഈ ജുംലയിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഈ ജുംലകളിൽ എപ്പോഴും ഒരു ലൊമീർ ഉണ്ടാവും. ആ ലൊമീർ മൗസൂഫിനെ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ മൗസൂഫിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീർ ആയിരിക്കും അതിലുണ്ടാവുക. അതാണ് ജുംലയുടെ താരീഫായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഏതൊരു ജുംലയിലായിരുന്നാലും ഈ ഒരു പോയിന്റ് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ഈ ബോക്സിൽ കൊടുത്തത്. ഷിബഹ ജുംലയെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ലർഫും
ജാർ മജ്റൂറും ആണ്. ഈ രണ്ടെണ്ണമാണ് ശിബഹ് ജുംലയിൽ വരുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ സിഫത്തിനെ സിഫ ഹക്കീക്കിയും സിഫ സബബിയായിട്ട് തിരിച്ചതില് സിഫ ഹക്കീക്കിയെ വീണ്ടും മൂന്നായിട്ട് തിരിക്കും: മുഫ്രദ്, ജുംല, ശിബഹ് ജുംല. ഇനി മുഫ്രദിനെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: വഹദാൻ, തസ്നിയ, ജമ. അതായത് മുഫ്രദായിട്ട് വരുന്നത് മുസന്ന, പിന്നെ അതുപോലെ തന്നെ ജമ ആയിട്ട് വരുന്നത്. ജുംലയെ രണ്ടായിട്ട് തിരിക്കും. അതിലൊന്നാണ് ജുംല ഫിഅലിയെയും ജുംല ഇസ്മിയെയും. അതുകൊണ്ടാണ് നേരത്തെ ബോക്സിൽ പറഞ്ഞത് ജുംല ഫിഅലി ആയിരുന്നാലും ജുംല ഇസ്മി ആയിരുന്നാലും ഈ രണ്ടിലും ഓരോ ലൊമീർ ഉണ്ടാവും, മൗസൂഫിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീർ ഉണ്ടാകും. ഇനി മൂന്നാമത് ഷിബഹ ജുംല. ഷിബഹ ജുംലയെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ലർഫും ജാർ മജ്റൂറും. ഇനി പറയുന്നത് മുഫ്രദ് അല്ല ഓരോ ഉദാഹരണം വെച്ചും മുദക്കർ മുഅന്നസ് ഉദാഹരണം വെച്ചും പിന്നെ അതിന്റെ ഇറാബുമാണ്. മുഫ്രദിനെ മൂന്നായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്: വഹ്ദാൻ, തസ്നിയ, ജമഅ. അല്ല വഹ്ദാനില് ഒരു ഉദാഹരണം: ഇഷ്തറൈതു ഖലമൻ ജദീദൻ. മുഅന്നസില് ഷാഹത്തു ഷജറത്തൻ കബീറത്തൻ. ഇഷ്തറൈതു ഖലമൻ ജദീദൻ, ഞാൻ ഒരു പുതിയ പേന വാങ്ങി. മുഅന്നസില് ഞാൻ വലിയ വൃക്ഷത്തെ കണ്ടു. ഇവിടെ ഇറാബ് എന്ന് പറയുന്നത് കലമൻ എന്ന് പറയുന്നത് ഇഷ്തറൈതു കലമൻ ജദീദൻ എന്ന് പറയുമ്പോൾ കലമൻ എന്ന് പറയുന്നത് ഇവിടെ മൗസൂഫാണ്, ജദീദൻ എന്ന് പറയുന്നത് സിഫത്താണ്. ഇവിടെ രണ്ടാമത്തില് ഷാഹത്തു ഷജറത്തൻ കബീറത്തൻ എന്ന് പറയുന്നത് ഷജറത്തൻ സിഫത്താണ്, മൗസൂഫാണ്, കബീറത്തൻ സിഫത്താണ്. അപ്പോൾ അവന്റെ ഇറാബ് എന്ന് പറയുന്നത് ജദീദൻ ഔ കബീറത്തിന്റെ ഇറാബ് സിഫ മൻസൂബ ബിൽ ഫത്ഹ. രണ്ടും എന്താണ് മൻസൂബിന്റെ സ്ഥാനത്ത് വന്നതുകൊണ്ടാണ് അവിടെ ഫത്ഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തത്. ഇവിടെ കലം എന്ന് പറയുന്നത് മൗസൂഫാണ്, മൗസൂഫിന് നസ്ബ് ആയതുകൊണ്ട് ജദീദനും നസ്ബ് വരുന്നു. ഇതുപോലെയാണ് മറ്റു ഉദാഹരണങ്ങളിലും വരുന്നത്. രണ്ടാമത് മുസന്നയിൽ വരുന്നെന്ന് പറഞ്ഞാല് കതബ അത്താലിബാനി അന്നഷീതാനി. രണ്ട് ഉന്മേഷവാന്മാരായ വിദ്യാർത്ഥികൾ എഴുതി എന്ന് പറയുമ്പോൾ അവിടെ അത്വാലിബ് എന്ന് പറയുന്നത് ഫാഇലിന്റെ സ്ഥാനത്താണ് വന്നത്. അവിടെ ഫാഇലിന് നമുക്കറിയാം മുസന്നയില് നമ്മൾ അലിഫ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നഷീതാനി എന്ന് പറയുന്നതിലും അലിഫാണ് വന്നത്. അലിഫ് കൊണ്ടാണ് അവിടെ റഫ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ അലിഫ് കൊണ്ട് റഫ് ചെയ്തു എന്ന് ചോദിച്ചാല് അത്വാലിബാനി എന്ന് പറയുന്നത് ഫാഇൽ റഫിന്റെ സ്ഥാനത്ത് വന്നത് കൊണ്ടാണ് നഷീതാനി എന്ന് പറയുന്നത് അതിന്റെ സിഫത്തിനും അലിഫ് കൊണ്ട് റഫ് ചെയ്യുന്നത്. താഴെ മുഅന്നസിലും അത് തന്നെയാണ്: ഹബിതത് അത്വാഇറതാനി അൽ ജദീദതാനി. രണ്ട് പുതിയ ഫ്ലൈറ്റുകൾ പറന്നു, ഉയർന്നു, ഡിപ്പാർട്ട് ചെയ്തു എന്ന് മീനിങ്. അതിന്റെ ഇറാബ് അന്നഷീതതാനി ഔ ജദീദതാനി എന്ന് പറയുന്നതാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് ഉദാഹരണങ്ങളുടെയും സിഫത്ത്. അതിന്റെ ഇറാബ് സിഫത്തുൻ മർഫൂഉൻ ബിൽ അലിഫി ലിഅന്നഹു മുസന്ന. രണ്ടും റഫ്ഇന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അത് റഫ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്, കാരണം അത് മുസന്ന ആയതുകൊണ്ടാണ്. ഇനി പറയുന്നത് ജം ആണ്. ജം എന്ന് പറയുന്നത് മുഫ്രദിന്റെ മൂന്നാമത്തെ നൗഇല് വരുന്ന ഒന്നാണ്. ജംഇനെ നമ്മൾ വീണ്ടും മൂന്നായിട്ട് തിരിക്കും: ജംഉ തക്സീർ, ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം. ജംഉ തക്സീറിന് ഉദാഹരണം: ഖറഅതു കിതാബൻ മുഫീദത്തൻ. ഉപയോഗപ്രദമായ ഒരു പുസ്തകത്തിനെ ഞാൻ വായിച്ചു. അവിടെ കിതാബൻ എന്ന് പറയുന്നത് മൗസൂഫാണ്, മുഫീദത്തൻ സിഫത്തും. അവിടെ ഇറാബ് സിഫത്തുൻ മൻസൂബുൻ ബിൽ ഫത്ഹത്തി. അവിടെ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെ നസ്ബ് കൊണ്ട് ഇറാബ് ചെയ്തിരിക്കുകയാണ്, ഫത്ഹത്ത് കൊണ്ട് ഇറാബ് ചെയ്തിരിക്കുകയാണ്. ജമ മുദക്കർ സാലിം: സല്ലംതു അലൽ അസ്തിഖാഇ അൽ മുഖ്ലിസീന. അവിടെ ഞാൻ നിഷ്കളങ്കരായ അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളോട് സലാം പറഞ്ഞു. അവിടെ ഇറാബ് വന്നിരിക്കുന്ന സിഫത്തുൻ സാർ. മറിയം കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കുന്നില്ല. ഷഹന? ഓ സാർ, എനിക്ക് കേൾക്കാം. ഒരു സെക്കൻഡ്. ഇവിടെ എപ്പ കേക്കാം, പറഞ്ഞോ. ഇവിടെ എന്റെ ഈ കമ്പ്യൂട്ടറിലെ എന്ത് പ്രശ്നം. ശരി. അപ്പൊ അതിന്റെ ഇറാബ് സിഫത്തുൻ
മജ്റൂറുൻ ബിൽ യാഇ ലി അന്നഹു ജംഉ മുദക്കർ സാലിം. ഇവിടെ അല എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്നത് ഇസ്മ മജ്റൂറാണ്. അതിന്റെ ഇറാബ് എന്താണ്? കസ്റത്ത് കൊണ്ടായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അൽ മുഖ്ലിസീന എന്ന് പറയുന്നത് ജംഉ മുദക്കർ സാലിമാണ്. ജംഉ മുദക്കർ സാലിമിന് എപ്പോഴും നസ്ബും ജറും ചെയ്യുന്നത് യാ കൊണ്ടാണ്. അവിടെ അസ്തിഖ എന്ന് പറയുന്നത് ഇവിടെ മൗസൂഫാണ്. അൽ മുഖ്ലിസീന എന്ന് പറയുന്നത് സിഫത്തും. പക്ഷെ അസ്തിഖ എന്ന് പറയുന്നത് ഇസ്മ മജ്റൂറാണ്. ജറ് വരുന്നതുകൊണ്ട് തന്നെ അൽ മുഖ്ലിസീനയും ജറാണ് വരേണ്ടത്. ഇവിടെ ജറ് ചെയ്തിരിക്കുന്നത് യാ കൊണ്ടാണ്. അതുകൊണ്ടാണ് സിഫ മജ്റൂറും ബിൽ യാഇ ലി അന്നഹു ജംഅ മുദക്കർ സാലിം എന്ന് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത് ജംഅ മുഅന്നസ് സാലിമാണ്. റഅയ്തു മുഹന്ദിസാത്തിൻ നശീതാത്തിൻ. ഞാൻ ഉന്മേഷവതിമാരായ എഞ്ചിനീയർമാരെ, സ്ത്രീകളെ കണ്ടു എന്ന് പറയുന്നത് മുഹന്ദിസാത്ത് എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അവിടെ നസ്ബാണ് ചെയ്യുന്നത്. അവിടെ നസ്ബ് ചെയ്യുന്നത് അവിടെ കസ്റത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്യുന്നത്. കാരണം അത് ജംഅ മുഅന്നസ് സാലിമാണ്. നസ്ബ് വരുമ്പോൾ നസ്ബിന്റെയും ജറിന്റെയും സ്ഥാനത്ത് എപ്പോഴും അവിടെ കസ്റത്ത് കൊണ്ടാണ് ജംഅ മുഅന്നസ് സാലിമിന് ഇറാബ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇറാബ് സിഫത്തുൻ മൻസൂബും ബിൽ കസ്റത്തി ലി അന്നഹു ജംഅ മുഅന്നസ് സാലിം. അപ്പോൾ ഇത്രയാണ് മുഫ്രദിൽ വരുന്നത്. അസിഫ ഹക്കീക്കയിൽ ഒന്നാമത്തെ മുഫ്രദിൽ വരുന്നത് ഇത്രയും നൗഅകളാണ്. രണ്ടാമത് ജുംല രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ജുംല ഇസ്മിയ, ഫിഅലിയ. ആദ്യം ചർച്ച ചെയ്യുന്ന ജുംല ഇസ്മിയാണ്. തഷ്തമിലു അലാ ളമീർ യർബിതുഹ ബിൽ മൗസൂഫ് വയുതാബിഖുഹു ഫിൻ നൗ വൽ അദദ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജുംല ഇസ്മിയയിൽ എപ്പോഴും എന്താണ് മൗസൂഫിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ഉണ്ടാകും. എന്നതുപോലെ തന്നെ ആ മൗസൂഫിലേക്ക് മടങ്ങുന്ന ഒരു ആ ഒരു ജുംല ഇസ്മിയ എന്ന് പറയുന്നത് അതിന്റെ എന്താണ് ജിൻസിലും അതുപോലെ തന്നെ അദദിലും മൗസൂഫിനെ പിൻപറ്റുന്നതായിരിക്കും. ഇവിടെ താഴെ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. സാറനി സ്വദീഖുൻ അഖ്ലാഖുഹു കരീമത്തുൻ. ഞാൻ സന്ദർശിച്ചു സ്വദീഖുൻ സുഹൃത്തിനെ, അഖ്ലാഖുഹു കരീമുൻ അവന്റെ സ്വഭാവം മാന്യമായിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെ സാറനി എന്ന് പറയുന്നത് എന്നെ സന്ദർശിച്ചു സ്വദീഖ്. അവിടെ സ്വദീഖ് എന്ന് പറയുന്നത് ഫാഇലിന്റെ സ്ഥാനത്താണ് വരുന്നത്. അവിടെ സിഫത്ത് എന്ന് പറയുന്നത് ജുംല ഇസ്മിയ ആയിട്ടുള്ള അഖ്ലാഖുഹു കരീമത്തുൻ ആണ്. മൗസൂഫ് സ്വദീഖുൻ എന്ന് പറയുന്നത് നെക്കിറയാണ്. അവിടെ എന്തുകൊണ്ട് നെക്കിറ എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞാല് അസ്സദീഖു എന്നാണ് വന്നിരുന്നെങ്കിൽ അഖ്ലാഖുഹു കരീമുൻ എന്ന് പറയുന്നത് ഹാലായി മാറുമായിരുന്നു. അവിടെ സിഫത്ത് ആകണമെങ്കിൽ എപ്പോഴും അവിടുത്തെ മൗസൂഫ് ആയിട്ടുള്ള സ്വദീഖ് എന്ന് പറയുന്നത് സ്വദീഖുൻ എന്ന് തന്നെ വരണം. അസ്സദീഖു വന്ന അതിനുശേഷം വരുന്നത് ഹാലായിട്ട് മാറും. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകമായിട്ട് നെക്കിറ എന്ന് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ സിഫത്ത് അഖ്ലാഖുഹു കരീമുൻ ആണ് ജുംല ഇസ്മി ആയിട്ടുള്ളത്. അൽ മൗസൂഫ് സ്വദീഖുൻ. ഇതിലേക്ക് മടങ്ങുന്ന ലൊമീർ യർബിതുഹ ബിൽ മൗസൂഫിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീർ എന്ന് പറയുന്നത് അൽ ഹ ആണ്. അഖ്ലാഖുഹുവിലെ ഹ ആണ്. ഇതിന്റെ ജിൻസ് എന്ന് പറയുന്നത് മുദക്കറാണ്. അദദ് ജംഅ ആണ്. ജംഅ എന്ന് അഖ്ലാഖ് എന്ന് പറയുന്നത് ഗൈറ ആക്കിലായതുകൊണ്ട് തന്നെ കരീമത്തുൻ ഗൈറ ആക്കിലിന്റെ ജംഅ എപ്പോഴും നമ്മൾ എന്താണ് മുഫ്രദ് മുഅന്നസിലായിരിക്കും എഴുതുക. അതുകൊണ്ടാണ് ഇവിടെ കരീമത്തുൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഇറാബാണ്. ഇറാബ് അൽ അദദ് മുഫ്രദ് ഹാദാ റജുലുൻ കലാമുഹു ജമീലുൻ. ഇതൊരു യുവാവാണ്. കലാമു അവന്റെ സംസാരം സുന്ദരമാണ്. അതിന്റെ ഇറാബ് അൽ ജുംല ഇസ്മിയ മിൻ മുബ്തദ വൽ ഖബർ ഫി മഹല്ലി റഫ്ഇൻ സിഫ. അൽ ജുംല ഇസ്മിയ അതൊരു അവിടെ ഹാദ എന്ന് പറയുന്നത് മുബ്തദ ആണ്. റജുൽ എന്ന് പറയുന്നത് ഖബറാണ്. കലാമുഹു ജമീൽ എന്ന് പറയുന്നത് സിഫത്താണ്. ഇവിടെ കലാമുഹു ജമീൽ എന്ന് പറയുന്ന ജുംല ഇസ്മിയ ആയിട്ടുള്ള ഒരു സിഫത്തിന് ഉറപ്പായിട്ടും ഒരു ലൊമീർ വേണം. റജുലിലേക്ക് മടങ്ങുന്ന ഒരു ലൊമീർ വേണം. അതാണ് കലാമുഹുയിലെ ഹ എന്ന് പറയുന്ന ലൊമീർ. ഇവിടെ ജുംല ഇസ്മി എന്ന് പറയുന്നത് ഇത് മുബ്തദയിലും ഖബറിൽ നിന്നും വരുന്ന ഒരു സിഫത്താണ്. ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഖബറിന് റഫ് ആയതുകൊണ്ട് തന്നെ കലാമുഹു ജമീൽ എന്ന് പറയുന്നത് ഫി മഹല്ലി റഫ്ഇനാണ്. രണ്ടാമത് മുസന്ന ഹാദാനി സ്വദീഖാനി വാലിദുഹുമ മുസാഫിറുൻ. ഇത് രണ്ട്
സുഹൃത്തുക്കളാണ്. വാലിദുഹുമ മുസാഫിറുൻ, അവരുടെ പിതാവ് യാത്രികനാണ്, യാത്രക്കാരനാണ് എന്ന് പറയുന്നതിൽ ഇവിടെയും ഹാദാനി സദീഖാനി മുബ്തദ ഖബറാണ്. വാലിദുഹുമ എന്ന് പറയുന്നത് ആ ഖബറിന്റെ സിഫത്താണ്. ഇവിടെയും റഫ്ഇന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. ഇറാബ് അൽ ജുംല ഇസ്മിയ മിനൽ മുബ്തദ വൽ ഖബർ ഫി മഹല്ലി റഫ്ഇൻ സിഫ. മൂന്നാമത് ജമഅ തക്സീർ, ജമ മുദക്കർ സാലിം, ജമ മുഅന്നസ് സാലിം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സല്ലംതു അലാ റിജാലിൻ കലാമുഹും ജമീൽ. ഇവിടെ സല്ലംതു എന്ന് പറയുന്നത് ഫിഅല് ഫാഇൽ വന്നിട്ടുണ്ട്. അലാ റിജാലിൻ എന്ന് പറയുന്നത് ജാർ മജ്റൂർ ആണ്. അതിന്റെ റിജാലിന്റെ സിഫത്തായിട്ടാണ് കലാമുഹും ജമീൽ എന്ന് വന്നിട്ടുള്ളത്. അവിടെ റിജാൽ എന്ന് പറയുന്നത് ജറിന്റെ സ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെ കലാമുഹും ജമീൽ എന്ന് പറയുന്നതും ഫി മഹല്ലി ജറിൻ സിഫ ആണ്. ഇനി ജമ മുദക്കർ സാലിം, ഖാബൽതു മുദരിസീന മലാബിസുഹും നളീഫത്തുൻ എന്ന് പറയുന്നതിൽ അവിടെ മുദരിസീന എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹി നസ്ബിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. മലാബിസുഹും നളീഫത്തുൻ എന്ന് പറയുന്നത് അതിന്റെ സിഫത്താണ്. അവിടെ മുദരിസീന നസ്ബിന്റെ സ്ഥാനത്തായതുകൊണ്ട് മലാബിസുഹും നളീഫത്തുൻ എന്ന് പറയുന്ന ജുംല ഇസ്മിയ ആയിട്ടുള്ള സിഫത്തും നസ്ബിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അൽ ജുംല ഇസ്മിയ മിനൽ മഫ്ഊലി ഫി മഹല്ലി നസ്ബിൻ സിഫ. ജമഅ മുഅന്നസ് സാലിം, ഖാബൽതു മുദരിസാത്തിൻ മലാബിസുഹുന്ന നളീഫത്തുൻ എന്ന് പറയുന്നത് ഇവിടെയും മഫ്ഊലിന്റെ സ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെ മലാബിസുഹുന്ന നളീഫത്തുനും നസ്ബിന്റെ ഫി മഹല്ലി നസ്ബിൻ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇത്രയുമാണ്. അപ്പൊ ജുംല ഇസ്മിയയിൽ നമ്മൾ ഓരോ അതതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇറാബും ഉദാഹരണങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇനി അടുത്തത് ജുംല ഫിഅലിയാണ്. തഷ്തമിലു സിഫ ജുംല ഫിഅലിയ അലാ ളമീർ യർബിതുഹ ബിൽ മൗസൂഫ് യുതാബിഖു അന്നൽ മൗസൂഫ് നക്കിറ. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ജുംല ഫിഅലിയേക്കും ഒരു മൗസൂഫിലേക്ക് മടങ്ങുന്ന ളമീർ ഉണ്ടാകും. തീർച്ചയായും അവിടെ മൗസൂഫ് എന്ന് പറയുന്നത് നക്കിറ ആയിരിക്കണം. അത് മാരിഫ ആയാൽ അതിനുശേഷം വരുന്നത് ഹാലിന്റെ സ്ഥാനത്തായിരിക്കും. അതുകൊണ്ടാണ് നക്കിറ ആകണമെന്നോട് എടുത്തു പറഞ്ഞത്. ഉദാഹരണം, സല്ലംതു അലാ റജുലിൻ യുക്രിമു അൽ അത്ഫാല. സല്ലംതു അലാ റജുലിൻ, ഞാനൊരു യുവാവിന് സലാം പറഞ്ഞു. യുക്രിമു, ആ റജുലിന്റെ സിഫത്താണ് പറയുന്നത്. യുക്രിമുൽ അത്ഫാല, കുട്ടികളോട് ആദരവ് കാണിക്കുന്നവനാണ് എന്ന സിഫത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ സിഫത്ത് എന്ന് പറഞ്ഞാൽ യുക്രിമുൽ അത്ഫാൽ ആണ്. മൗസൂഫ് എന്ന് പറയുന്നത് റജുലാണ്. റജുൽ നക്കിറയാണ്. അതിലേക്ക് മടങ്ങുന്ന ലൊമീർ യർബിതുഹ ബിൽ മൗസൂഫ് ഹുവ ആണ്. റജുൽ എന്ന് പറയുന്നത് റജുലിന് ശേഷം വന്നിട്ടുള്ള യുക്രിമു എന്ന് പറയുന്നത് ഫിഅല് മുളാരി മഅലൂമാണ്. ഉള്ളിലുള്ള ലൊമീർ ഗായിബ് ഹുവ ആണ്. ആ ഹുവയാണ് ഇവിടെ ലൊമീർ ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ ജിൻസ് എന്ന് പറയുന്നത് മുദക്കറാണ്. മുദക്കർ മുഫ്രദായിട്ടാണ് അതിന്റെ അതത് വന്നിട്ടുള്ളത്. ഇനി നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഓരോന്നിന്റെയും മുഫ്രദ്, മുസന്ന, അതുപോലെ ജംഇന്റെ ഉദാഹരണം ഇറാബുമാണ്. മുഫ്രദ്, വസല താലിബു യദ്റുസു ബി മഅഹദിന, കുട്ടി എത്തി. യദ്റുസു ബി മഅഹദിന, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എത്തി എന്നതാണ് അർത്ഥം. വസല എന്ന് പറഞ്ഞ ഫിഅലാണ്, താലിബ് ഫാഇലാണ്. അപ്പോൾ യദ്റുസുഹു ബി മഅഹദിന എന്ന് പറയുന്നത് ഫാഇലിന്റെ സ്ഥാനത്ത്, അതായത് റഫ്ഇന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. കാരണം താലിബിന്റെ സിഫത്താണ് ജുംല ഫിഅലിയ ആയിട്ടുള്ള യദ്റുസു ബി മഅഹദിന എന്ന് പറയുന്നത്. അവിടെ ഇറാബ് അൽ ജുംല ഫിഅലിയ മിനൽ ഫാഇൽ ഫി മഹല്ലി റഫ്ഇൻ സിഫ. രണ്ടാമത് മുസന്ന, റഅയ്തു മുവല്ലഫീന മുവല്ലിഫൈനി യക്തുബാനി അത്തക്രീറ. ഞാൻ റിപ്പോർട്ട് എഴുതുന്ന രണ്ട് ഉദ്യോഗസ്ഥരെ കണ്ടു. അവിടെ മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് മുവല്ലിഫൈനി എന്ന് വന്നത്. അവിടെ മഫ്ഊൽ ബിഹി നസ്ബ് ആയതുകൊണ്ട് തന്നെ യാ കൊണ്ടാണ് ഇവിടെ നസ്ബ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് മുസന്നയാണ്. ഇറാബ് അൽ ജുംല ഫിഅലിയ മിനൽ മഫ്ഊൽ ഫി മഹല്ലി നസ്ബിൻ സിഫ. ഇനി ജംഅ തക്സീർ, ഹാഉലാഇ തുല്ലാബുൻ യുഖ്ലിസൂന ഫി അമലിഹിം. അവരുടെ ഹാഉലാഇ തുല്ലാബ്, ഇത് കുട്ടികളാണ്. യുഖ്ലിസൂന ഫി അമലിഹിം, അവരുടെ പ്രവർത്തികളിൽ, ജോലിയിൽ ആത്മാർത്ഥതയുള്ള കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ് ഇത് എന്നൊരർത്ഥമാണ്. ഹാഉലാഇ മുബ്തദ, തുല്ലാബുൻ ഖബർ റഫ് ആണ്.
യുഖ്ലിസൂന ഫി അമലിഹിം എന്ന് പറയുന്നത് സിഫത്താണ്. അവിടെ യുഖ്ലിസൂന ഫി അമലിഹിം, യുഖ്ലിസൂന എന്ന് പറയുന്നത് റഫ്ഇന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അൽ ജുംല ഫിഅലിയ ഫി മഹലി റഫ്ഇൻ സിഫ. ജംഉ മുദക്കർ സാലിം ഹഉലാഇ മുഅല്ലിമൂന യുഖ്ലിസൂന ഫി അമലിഹിം. ഇവിടെയും ജോലിയിൽ ആത്മാർത്ഥതയുള്ള അധ്യാപകരാണ് ഇത്. ഇത് ജോലിയിൽ ആത്മാർത്ഥതയുള്ള അധ്യാപകരാണ് ഇത് എന്നാണ് അർത്ഥം. ഇവിടെയും മുബ്തദ ഖബറാണ്. ഖബറിന്റെ സ്ഥാനത്ത് മുഅല്ലിമൂൻ മൗസൂഫ്. മുഅല്ലിമൂൻ എന്ന് പറയുന്നത് മൗസൂഫ് ആണ്. അത് വന്നിരിക്കുന്നത് റഫ്ഇന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ യുഖ്ലിസൂന എന്ന് പറയുന്ന അതിന്റെ സിഫത്ത് ഫി മഹലി റഫ് ആയിരിക്കും. അൽ ജുംല ഫിഅലിയ ഫി മഹല്ലി റഫ്ഇൻ സിഫ. ഇനി അടുത്തത് ജംഉ മുഅന്നസ് സാലിം ഹഉലാഇ മുഅല്ലിമാത്തുൻ യുഖ്ലിസ്ന ഫി അമലിഹിന്ന. ഇനി ഇവിടെ എന്താണ് ഈ അധ്യാപികമാർ അവരുടെ ജോലികളിൽ ആത്മാർത്ഥതയുള്ളവരാണ് എന്നതില് ഇവിടെയും മുബത്തദ ഖബറിന്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അൽ ജുംല ഫിഅലിയ ഫി മഹല്ലി റഫ്ഇൻ സിഫ. ഇവിടെ റഫ്ഇൻ എപ്പോഴും ലമ്മ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മുഅല്ലിമാത്തുൻ യുഖ്ലിസ്ന മുഅല്ലിമാത്തുൻ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ നൗ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ നൗ ആണ് ഷിബഹ ജുംല എന്ന് പറഞ്ഞത്. ഷിബഹ ജുംലയിൽ രണ്ട് ഡിവിഷനാണ് വരുന്നത്, ജാറ് മജ്റൂറും ലൊർഫും. അല്ല, ജാറ് മജ്റൂറാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് ഇദാ ജാഅത് അസിഫ ജുംല ഔ ഷിബഹു ജുംല ജാ അൽ മൗസൂഫ് നക്കിറ. നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. സിഫത്തായിട്ട് ജുംലയോ ഷിബഹ ജുംലയോ വന്നാൽ അതിന്റെ മൗസൂഫ് എന്ന് പറയുന്നത് എപ്പോഴും നക്കിറ ആയിരിക്കും. നക്കിറായി വന്നാൽ മാത്രമേ അതിനുശേഷം വരുന്നത് സിഫത്താവുകയുള്ളൂ. ജാർ മജ്റൂർ മിസാൽ ഖാലിദുൻ മുഹന്ദിസുൻ ഫി ശരിക്കത്തി. ഖാലിദുൻ എന്ന് പറയുന്നത് മുബത്തദാണ്, മുഹന്ദിസ് എന്ന് പറയുന്നത് ഖബറാണ്, ഫി ശരിക്കത്തി എന്ന് പറയുന്നത് മുഹന്ദിസത്തിന്റെ സിഫത്താണ്. അതായത് ഇവിടെ സിഫത്ത് എന്ന് പറയുന്നത് ഫി ശരിക്കയാണ്. മൗസൂഫ് എന്ന് പറയുന്നത് നക്കിറ ആയിട്ടുള്ള മുഹന്ദിസ് ആണ്. അതിന്റെ ഇറാബ് വരുന്നത് ഷിബഹ ജുംല മിനൽ ജാർ വൽ മജ്റൂർ ഫി മഹല്ലി ജർറിൻ. ഇനി അൽ-ലർഫ്, ഇവിടെ ജാർ മജ്റൂറിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. രണ്ടാമത്തെ ഖിസ്മിൽ വരുന്നത് അൽ-ലർഫാണ്. ലർഫിനെ നമുക്കറിയാം മഫ്ഊൽ ഫീഹി എന്നും നമ്മൾ പറയും. അതിനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്, അൽ-ലർഫു മക്കാനും ലർഫു സമാനും. ലർഫു മക്കാനുള്ള ഉദാഹരണം റഅയ്തു ഉസ്ഫൂറൻ ഫൗക ഷജറതി. മരത്തിന് മുകളിൽ കുരുവിയെ ഞാൻ കണ്ടു. അവിടെ റഅയ്തു എന്ന് പറഞ്ഞ ഫിഅൽ ഫാഇലാണ്. ഉസ്ഫൂറൻ എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹി മൻസൂബുനാണ്. അവിടെ ഉസ്ഫൂറൻ എന്ന് പറയുന്നതാണ് മൗസൂഫ്. അപ്പോൾ അതിനുശേഷം വരുന്നത് തീർച്ചയായും നസ്ബിന്റെ മഹല്ലായിരിക്കണം വരേണ്ടത്. അതായത് ഫൗക ഷജറത്തി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സിഫത്ത് എന്ന് പറയുന്നത്. ഉസ്ഫൂറൻ എന്ന് പറയുന്നത് നസ്ബ് ആയതുകൊണ്ട് തന്നെ ഫൗക ഷജറത്തി എന്ന് പറയുന്നതും ഫി മഹല്ലി നസ്ബിൻ ആണ്. ഷിബ്ഹു ജുംല മിനൽ ലർഫി ഫി മഹല്ലി നസ്ബിൻ സിഫ. രണ്ടാമത്തത് ലർഫ് സമാനാണ്. വസല മുദീറുൻ ഖബല ദർസി. അതായത് മുദീർ എത്തി ഖബല ദർസി. അതായത് ക്ലാസ്സിന് മുൻപ് മുദീർ എത്തി. അവിടെ വസല എന്ന് പറയുന്നത് ഫഅലാണ്, മുദീറുൻ എന്ന് പറയുന്നത് ഫാഇലാണ്. ഫാഇലിന്റെ സിഫത്ത് മുദീർ എന്ന് പറയുന്നത് ഫാഇലുമാണ് മൗസൂഫുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാഇലിന് റഫ് ആയതുകൊണ്ട് തന്നെ ഖബല ദർസ് എന്ന് പറയുന്നത് ഇതിന്റെ സിഫത്താണ്. അതും വരേണ്ടത് ഫി മഹല്ലി റഫ്ഇന്റെ സ്ഥാനത്താണ്. അതായത് മുദീറുൻ എന്ന് പറയുന്നത് ഫാഇലാണ്, ഫാഇലിന്റെ സിഫത്താണ് ഖബല ദർസി. ഫാഇലിന് റഫ് ആയതുകൊണ്ട് തന്നെ ഖബല ദർസ് എന്ന് പറയുന്നതിനും റഫ് ആയിരിക്കണം. ഷിബ്ഹ ജുംല മിനൽ ലർഫി ഫി മഹല്ലി റഫ്ഇൻ സിഫ. ഇത്രയുമാണ് സിഫ ഹഖീഖിയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിന്റെ നൗഅകളായി തിരിച്ച് മുഫ്രദ് മുസന്ന ജമുഇലെ നൗഅകളായി തിരിച്ചും ഒക്കെ പറഞ്ഞതാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ മുഫ്രദിൽ പറഞ്ഞത്. പിന്നെ ജുംലയിലെ ജുംല ഫിഅലിയ ജുംല ഇസ്മിയാണ് പറഞ്ഞത്. ഷിബഹ ജുംലയിലെ ജാർ മജ്റൂർ ലർഫും. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ നൗഅയിൽ വരുന്നതാണ് മുകളിൽ നമ്മൾ പറഞ്ഞ പോലെ സിഫ സബബി. അതായത് മുകളിലത്തെ ഒരു ഇതില് നമ്മൾ അൻവാഉ സിഫയില് കൊടുത്തിട്ടുണ്ട്. സിഫ ഹഖീഖിയും സിഫ സബബിയെയും. ഇനി സിഫ സബബിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
താബഅ യുദ്കറു ലി ബയാനു സിഫ ഫി ഷൈഇൻ മുർത്തബിത്ത് ബിൽ മൗസൂഫ്. അതായത് ഇവിടെ ഇതൊരു സിഫത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയും എന്താണ് സിഫത്ത് എന്ന് പറയുന്ന താബ്യ ആയിട്ടാണ് വരുന്നത്. യുദ്കറു ലി ബയാനു സിഫ ഫി ഷൈ മുർത്തബിത്ത് ബിൽ മൗസൂഫ്. നേരത്തെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മൗസൂഫ് എന്ന് പറയുന്നത് മൗസൂഫിനെ തന്നെയും വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിഫത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സിഫത്ത് സബബിയ എന്ന് പറഞ്ഞാല് മൗസൂഫിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ മൗസൂഫുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് സിഫ സബബിയയും സിഫ ഹക്കീക്കയും തമ്മിലുള്ള വ്യത്യാസം. സിഫ ഹക്കീക്കിയ എന്ന് പറഞ്ഞാല് സിഫത്തിനെ തന്നെയും മൗസൂഫിനെ തന്നെയും വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിഫത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സിഫ സബബിയ എന്ന് പറഞ്ഞാല് മൗസൂഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിഫത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ وتطابق الصفة سببية الموصوف في الإعراب والتعريف أو تنكير. നേരത്തെ സിഫ ഹക്കീക്കയിലെ 4 കാര്യങ്ങളിൽ സിഫ മൗസൂഫിനെ പിൻപറ്റണമെന്ന് പറഞ്ഞു. ഇറാബ, അദദ്, മാരിഫ, നക്കിറ, അതുപോലെ തന്നെ ജിൻസ്. പക്ഷെ ഇവിടെ മൗസൂഫിനെ പിൻപറ്റുന്ന 2 കാര്യങ്ങളിലാണ്. ഇറാബും നക്കിറ മാരിഫയിലുമാണ് പിൻപറ്റുന്നത്. പിന്നെ വയുതാബിക്കു മാ ബാദഹ, അത് ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അതിനുശേഷം ഈ സിഫത്തിന് ശേഷം ഒരു ഇസ്മ വരും. ഈ ഇസ്മിനെ ബേസ് ചെയ്തിട്ടാണ് സിഫത്ത് ഈ പറഞ്ഞ 2 കാര്യങ്ങളെ പിന്തുടരുന്നത്. അതായത് ജിൻസിലും അതിന് അദദിലും. താഴെ ഉദാഹരണം പറയുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാവും. ജാ റജുലു അൽ മുഹദിബു അഖൂഹു. ജാ റജുൽ യുവാവ് വന്നു, അൽ മുഹദിബു അഖൂഹു അവന്റെ സഹോദരൻ സംസ്കാര സമ്പന്നനാണ് എന്ന് പറയുന്നതില് ജാ എന്ന് പറയുന്ന ഫിഅലാണ്, റജുല് ഫാഇലാണ്, അൽ മുഹദിബ് എന്ന് പറയുന്നത് സിഫത്ത് തന്നെയാണ്. അഖൂഹു എന്ന് പറയുന്നത് റജുലുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് ആ റജുലിന്റെ സഹോദരനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആ റജുൽ എന്ന് പറയുന്നത് മൗസൂഫാണ്, അൽ മുഹദിബ് എന്ന് പറയുന്നത് സിഫത്തു സബബിയാണ്. പക്ഷേ ഇവിടെ റജുലിന്റെ സിഫത്തായിട്ടല്ല അൽ മുഹദിബ് പറഞ്ഞിരിക്കുന്നത്, മറിച്ച് റജുലിന്റെ സഹോദരന്റെ സിഫത്തായിട്ടാണ് അൽ മുഹദിബ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഒരു സിഫത്തിനെയാണ് നമ്മൾ അസിഫ സബബിയ എന്ന് പറയുന്നത്. അതാണ് 3ാമത്തെ പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഇസ്മു ഇർത്തിബാത്ത് ബിൽ മത്ബൂ അഹോ, അതായത് മത്ബൂവുമായിട്ട് കണക്ട് ചെയ്ത്, മത്ബൂ എന്ന് പറയുന്നത് ഇവിടെ റജുലാണ്. റജുലുമായിട്ട് ഒരു കണക്ഷൻ എന്താണ് ആ അഹിനുണ്ട്. ആ അഹിനെ കുറിച്ചുള്ള സിഫത്താണ് അൽ മുഹദിബ് എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും നക്കിറ മാരിഫയിൽ നേരത്തെ നമ്മൾ നോക്കി പറഞ്ഞതുപോലെ ഇറാബിൽ എപ്പോഴും റജുൽ എന്ന് പറയുന്നത് ഫാഇലിന്റെ സ്ഥാനത്താണ് വന്നത്. അതുകൊണ്ട് തന്നെ അൽ മുഹദിബു എന്ന് തന്നെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നക്കിറ മാരിഫയിലും റജുലിന് അലിഫ്ലാം വരുന്നത് കൊണ്ട് തന്നെ മുഹദിബിനും അലിഫ്ലാം വരുന്നുണ്ട്. പക്ഷേ അതിന്റെ ജിൻസിലും അതതിന്റെയും കാര്യത്തില് അൽ മുഹദിബ് പിൻപറ്റുന്നത് അഹിനെ ആയിരിക്കും. അതായത് അഹ് എന്ന് പറയുന്നത് എപ്പോഴും മുഫ്രദായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മുഹദിബ് എന്ന് പറയുന്നത് എപ്പോഴും മുഫ്രദായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് അവിടെ 4ാമത്തെ പോയിന്റ് ഹുവ മുഫ്രദൻ ദായിമുൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉഖ്ത് എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ അൽ മുഹദിബ എന്നായിരിക്കും അവിടെ കൊടുക്കേണ്ടി വരിക. അപ്പോൾ അതായത് അഹ് എന്ന് പറയുന്നത് മുദക്കർ ആയതുകൊണ്ട് അൽ മുഹദിബ് എന്ന് പറയുന്നത് മുദക്കറായി. ഇനി ഉഖ്ത് എന്ന് പറയുന്നത് മുഅന്നസ് ആണല്ലോ, അപ്പൊ അവിടെ ഉഖ്ത് വന്നതുകൊണ്ട് അൽ മുഹദിബ വരേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ അഹ് ആയതുകൊണ്ട് ഇവിടെ മുഹദിബും മുദക്കറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 2ാമത്തെ ഉദാഹരണം, അഖിംതു ഫിൽ മൻസിലി അൽ ഫസീഹ് ഫനാഉഹു എന്ന് പറഞ്ഞാല് ഫിൽ മൻസിൽ എന്ന് പറയുന്നത് ജാർ മജ്റൂറിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അൽ മൻസിൽ എന്ന് പറയുന്നത് മൗസൂഫാണ്. അൽ ഫസീഹ് എന്ന് പറയുന്നത് സിഫ സബബിയാണ്. ഇവിടെ മൻസിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഫിനാ എന്ന് പറയുന്നത്. അപ്പൊ ഫിനാ ആണ് അവിടുത്തെ ഒരു ഇസ്മു ഇർത്തിബാത്ത് മത്ബൂ എന്ന് പറയുന്നത്. ഇവിടെ ഫിനാ എന്ന് പറയുന്നത് മുദക്കർ ആയതുകൊണ്ട് തന്നെ അൽ ഫസീഹം മുദക്കറായി മാറി. അതിന്റെ അതത് എപ്പോഴും മുഫ്രദായിരിക്കും. ഇനി ഖാത്തിമ. تعد الصفة والموصوف من التراكيب المهمة في اللغة العربية حيث تساعد على توضيح المعاني وتحديد الصفات بدقة. وتتبع الصفة الموصوف في 4 أمور: التعريف والتنكير، الإعراب،
العدد والجنس. ومن خلال فهم هذا التركيب يستطيع المتعلم التعبير بشكل أدق وأكثر فصاحة. لذلك فإن المعرفة قواعد الصفة والموصوف ضرورية لكل من يريد إتقان اللغة العربية. അതായത് സിഫ മൗസൂഫ എന്ന് പറയുന്നത് ഇത് പഠിക്കുന്നതിൽ കൂടിയും ഇപ്പോൾ ഹാല് പോലെയുള്ള സംഗതികൾ വരുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കാനും ഒരു കാര്യം വായിക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഫഹം അല്ലെങ്കിൽ ഒരു അറിവ് മുതഅല്ലിമിന് ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു സംഗതി സിഫത്ത് മൗസൂഫിനെ 4 കാര്യങ്ങളിൽ പിൻപറ്റി വരുന്നു. അതില് നൗഅകളിൽ വരുമ്പോൾ സിഫ ഹക്കീക്കിയിലും സിഫ സബബിയിലും വരുമ്പോഴുള്ള മാറ്റങ്ങളാണ് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടത്.